വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടെ നയിക്കണമേ. വിശ്വാസത്തിൻ്റെ വലിയ ആഴമായ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. കൃപയോടെ അങ്ങയുടെ വചനം സ്വീകരിക്കുവാനുള്ള അഭിഷേകം തരണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം അസ്വസ്ഥതകളെല്ലാം ഈശോയുടെ തിരുനാമത്തിൽ ഈശോയുടെ തിരു ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം കാവ്യവചനം പ്രഘോഷിക്കുന്ന ലേദാസനെയും ശ്രവിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ നിമിഷമാക്കി, കൃപയുടെ നിമിഷമാക്കി, അഭിഷേകത്തിൻ്റെ നിമിഷമാക്കി ഈ നിമിഷങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം പൂർവികരുടെ പഴയ തലമുറയുടെ വിശ്വാസത്തെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ തലമുറയുടെ വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ വിശ്വാസവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം എത്രത്തോളം ആഴപ്പെട്ടതാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുന്ന, ദൈവം ശക്തനാണെന്നും ആ സർവശക്തൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതത്വത്തിൽ വസിക്കുന്നുവെന്നുമുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഞാൻ പ്രത്യാശിക്കുന്നത് എന്തും അത് നന്മയായിട്ടുള്ളതാണെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള ഉറപ്പ്. കാണപ്പെടാത്തവ ഉണ്ട്, കാണപ്പെടാത്ത ദൈവം എൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം. കർത്താവിൻ്റെ ഇടയനാണ്, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള ഉറച്ചൊരു ബോധ്യം.
എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ആ ദൈവത്തിന് ഞാൻ വില കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം വില നൽകുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം, ഇതാണ് വിശ്വാസത്തിൻ്റെ ജീവിതം. അപ്പോൾ ഈ ഹെബ്രായ ലേഖനത്തിൽ തുടർന്നുള്ള വചനങ്ങളിൽ അനേകം പൂർവികരുടെ ഉദാഹരണങ്ങൾ വചനത്തിലൂടെ ലേഖകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആബേൽ കായേലിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലിയർപ്പിച്ചു വിശ്വാസ നിമിത്തം. അതുപോലെ തന്നെ ഹെനോക്ക് അവൻ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നോഹ, അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകേട്ട് പെട്ടകമുണ്ടാക്കി ആ മഹാവിപത്തിൽ നിന്ന് അവൻ രക്ഷ പ്രാപിച്ചു. അബ്രാഹത്തിൻ്റെ വിശ്വാസ നിമിത്തമാണ് അബ്രാഹം കാത്തിരുന്നത്. സാറായിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള ആ വിശ്വാസം അചഞ്ചലമായി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അവൻ അനുഗ്രഹം പ്രാപിച്ചു. ഈ വിശ്വാസം കൊണ്ടാണ് ആ അബ്രാഹം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചത്. മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ പോലും ദൈവത്തിന് കഴിയും. ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചാൽ പോലും ആ മരിച്ചവന് ജീവൻ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധ്യമാണ് അബ്രാഹത്തെ നയിച്ചത്. വീണ്ടും ഇസ്ഹാക്ക്, യാക്കോബ്, പൂർവ്വപിതാക്കന്മാരെല്ലാം ദൈവത്തിൻ്റെ നാമത്തിലാണ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തത്. നമുക്കറിയാം മോശയുടെ മാതാപിതാക്കൾ മോശയെ വിശ്വാസ നിമിത്തമാണ് വെള്ളത്തിലൂടെ ഒഴുക്കിവിട്ടു പെട്ടകത്തിൽ. ആ പെട്ടകത്തിൽ ഒഴുക്കിവിടപ്പെട്ട മോശ ഫറവോയുടെ മകനായി വളർന്നു വരുമ്പോൾ അതിൽ താല്പര്യമില്ലാതെ അവൻ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ദൂതനായിട്ട്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയുടെ വിശ്വാസം. വീണ്ടും നമ്മൾ ജെരീക്കോ കോട്ടയ്ക്ക് ചുറ്റും ആർത്തുരമ്പിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങളെ വിട്ട് ആ കോട്ട തകർക്കുവാൻ തക്ക വിധത്തിൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ജെരീക്കോ കോട്ട തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായും ദൈവത്തിന് അർപ്പിച്ചു ഉള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ വന്ന സകല ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടതകളെയും ദൈവത്തിൻ്റെ ഹിതമായി സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. അപ്പോസ്തലന്മാരുടെ വിശ്വാസവും അവരുടെ നിഴല് ഏൽക്കുന്നിടത്ത് പോലും അത്ഭുത സൗഖ്യങ്ങളുണ്ടായി. ഞങ്ങൾക്ക് സ്വർണ്ണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങളിതാ തരുന്നു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് മുടന്തനോട് പറഞ്ഞുകൊണ്ട് അവർ ആരംഭിച്ച അത്ഭുത പ്രവൃത്തികൾ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി അവർ മാറി. കൂടെ നടന്ന് അവരെ അനുഗ്രഹിക്കുന്ന, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന അത്ഭുതമായ ദൈവിക കൃപകളും വരങ്ങളും നിറഞ്ഞ ഒരു ജീവിതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ വായിക്കുകയും ആ വായനയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്തിട്ടും എന്തേ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നാം പതറിപ്പോകുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു തലമുറയുടെ വിശ്വാസം ഇന്നത്തെ യുവതലമുറയ്ക്കുണ്ടോ? കഴിഞ്ഞ തലമുറയിൽ നിഴലിച്ചു നിന്ന വിശ്വാസത്തിൻ്റെ ദീപം വരും തലമുറയിലേക്ക് പകരുവാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും എന്തേ ഈ കാലഘട്ടം ഉപഭോഗ സംസ്കാരത്തിൻ്റെ ജഡിക ആസക്തികളുടെ ലൗകിക വ്യഗ്രതകളുടെ ഈ ലോകം ദൈവത്തിന് വില കൊടുക്കാൻ തയ്യാറാവുന്നില്ല? എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. ദൈവമില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയുമെന്ന് ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന തലമുറ വളർന്നു വരികയാണ്. എന്തു വന്നാലും ഈ ലോക സുഖങ്ങൾ ആസ്വദിച്ചാൽ മതി. ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ധാർഷ്ട്യ മനോഭാവത്തോടെ ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ദൈവത്തിലുള്ള ആശ്രയത്വം കുറഞ്ഞു പോവുകയാണ്. പണത്തിലാണ് ഇന്നത്തെ ആശ്രയം, ജോലിയായി, കുടുംബ ഭദ്രതയായി. ഇനി ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശുദ്ധ ബലിയിലോ കൂദാശകളിലോ ഒന്നും പങ്കെടുക്കേണ്ട കാര്യമില്ല. സുഖലോലുപതയുടെ, ആസക്തികളുടെ, ജീവിത വ്യഗ്രതയുടെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നുണ്ടോ? ആത്മാർത്ഥമായി നാം ആത്മശോധന ചെയ്യേണ്ടതാണ്.
കാരണം കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങൾ കമ്മിഞ്ഞ പാലോടൊപ്പം പഴയ തലമുറ പകർന്നു കൊടുത്തിരുന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. സുഹൃത് ജപങ്ങളിലൂടെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലൂടെ, വിശുദ്ധരോടുള്ള വണക്കത്തിലൂടെ, കുഞ്ഞു കുഞ്ഞു ദൈവവചനങ്ങളിലൂടെയൊക്കെ തങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം തലമുറകളിലേക്ക് പകർന്നു കൊടുത്ത കാരണവന്മാരുടെ ചൈതന്യം ഇന്ന് എത്ര കാരണവന്മാർക്കുണ്ട്? പഠിക്കുമ്പോൾ തന്നെ വചനം പഠിപ്പിക്കാൻ എത്ര മാതാപിതാക്കൾ താല്പര്യം കാണിക്കുന്നുണ്ട്? കുഞ്ഞുനാൾ മുതൽ എൻട്രൻസും MBBSും എഞ്ചിനീയറിങ്ങും വലിയ വലിയ ലൗകിക സ്വപ്നങ്ങൾ മക്കളെ കാണിക്കുന്നവർ സ്വർഗത്തെ സ്വപ്നം കണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ട്യൂഷനും കോച്ചിങ്ങും ക്ലാസ്സുകളും നടത്തുന്നവർ വചനം പഠിപ്പിക്കുന്നുണ്ടോ? ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കാതെ ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, സന്ധ്യാസമയങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാതെ പഠനമുറികളിൽ പഠനത്തിനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും TV-യുടെയും മൊബൈലിൻ്റെയും ലോകത്തേക്ക് കുഞ്ഞുങ്ങളെ തള്ളിവിടുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് മാതാപിതാക്കൾ അടക്കം മുഴുകിയിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എന്നിട്ടോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടോടി നടക്കുക. തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ വരുമ്പോൾ അവിടെ പകച്ചു നിന്നിട്ട് കാര്യമില്ല. ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട വിശ്വാസം, ദൈവാശ്രയത്വം അത് കളഞ്ഞു കുടിക്കരുത്. ദൈവമാണ് സകലത്തിൻ്റെയും അധിപനെന്ന്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ആ ദൈവത്തെ അംഗീകരിക്കുന്ന നീ ഒരു പോരായ്മയായി കരുതിയാൽ അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കുമായി ദൈവം വിട്ടുകൊടുക്കുമെന്ന് റോമാലേഖനം 1:28 പറയുന്ന വചനത്തിൻ്റെ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയണം. നിന്നെ വിട്ടുകൊടുക്കും ദൈവം. അതുണ്ടാവാതിരിക്കാൻ ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കണം. ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം ഇന്ന് എത്ര പേർക്കുണ്ട്? കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവിന് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് കർത്താവ് തരും. കർത്താവാണ് വലിയവൻ. കർത്താവിനാണ് വില കൊടുക്കേണ്ടത്. കർത്താവിനെയാണ് ഹൃദയത്തിൽ പൂജിക്കേണ്ടത്, അല്ലാതെ പണത്തെയല്ല, ജോലിയെയല്ല, പഠനത്തെയല്ല. അതുകൊണ്ട് ദൈവത്തിന് വില കൊടുക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകും. ഓരോ നിമിഷങ്ങളിലും തകർച്ചകൾ, പ്രതിസന്ധികൾ, പ്രതികൂലതകൾ വേട്ടയാടുമ്പോൾ മുറുകെ പിടിക്കണം വിശ്വാസത്തിൽ, ദൈവത്തിൽ. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞൊരു തലമുറ മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കുമൊക്കെ കുടിയേറ്റം നടത്തിയൊരു തലമുറയുണ്ട്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മണ്ണിനോടും മലമ്പാമ്പിനോടും മലമ്പനിയോടുമൊക്കെ മല്ലിട്ട് മണ്ണിൽ കനകം വിളയിച്ച കുടിയേറ്റ കർഷകരുടെ വിശ്വാസ ജീവിതം. സ്വന്തമായി കിടന്നുറങ്ങാൻ കൂരയില്ല. ആ കൂര കെട്ടും മുമ്പ് ദൈവത്തെ ആരാധിക്കാൻ ദേവാലയം പണിതുയർത്തിയ സമൂഹമാണ്. ഒരു ഞായറാഴ്ച പള്ളിയിൽ കണ്ട് അടുത്ത ഞായറാഴ്ച തിരിച്ചു വരുമ്പോൾ എത്ര പേരുണ്ടാകും എന്നൊരുറപ്പുമില്ല. ഒരുപക്ഷേ മലമ്പാമ്പ് കടിച്ചിട്ടുണ്ടാവാം, മലമ്പനി വന്ന് മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പെട്ടിട്ടുണ്ടാവാം. മരുന്നില്ല, ആശുപത്രികളില്ല, യാത്രാ സൗകര്യങ്ങളില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച സമൂഹം. ഒരു ഗ്രാപ്പച്ചൻ പറഞ്ഞ് കേട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഓലമേഞ്ഞ, ചാണകം മെഴുകിയ, ഓല കൊണ്ട് മറച്ചു കെട്ടി, പുല്ലുകൊണ്ട് മറച്ചു കെട്ടിയ കുടിലിലാണ് കിടന്നുറങ്ങുന്നത്. കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളി ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ ഈ അപ്പൻ കാണുകയാണ് ഒരു പാമ്പ് ഈ കുടിലിൻ്റെ സൈഡിലൂടെ എഴഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന്
ചേർന്നതിൻ്റെ ചാരത്തുകൂടെ ഇഴഞ്ഞു പോകുന്നത്. ആ സമയത്ത് എൻ്റെ ഗീറിശുണ്യാള കാവലായിരിക്കണേ, പരിശുദ്ധിയമ്മേ തിരുക്കച്ച കൊണ്ട് ഞങ്ങളെ പൊതിയണേ എന്ന് കണ്ണിറുക്കി അടച്ച് പ്രാർത്ഥിച്ച് നിന്ന അനുഭവം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ പറമ്പിൽ പണിയെടുക്കാനായിട്ട് പോയപ്പോൾ അപ്രതീക്ഷിതമായി പത്തിവിടർത്തി നിൽക്കുന്നൊരു മൂർഖൻ പാമ്പിനെ കണ്ടു. കാരണവന്മാരുടെ വിശ്വാസ മനസ്സിൽ കോറിയിട്ടിരുന്ന മകൻ അവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങിയില്ല. എന്തു ചെയ്യണമെന്ന് അറിയില്ല. അമ്മേ മാതാവേ എന്നെ കാത്തോണേ എന്ന് പറയലും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ കണ്ണുകളടച്ച് അമ്മേ മാതാവേ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറയലും തിരിഞ്ഞൊരൊറ്റയോട്ടം. അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വളർത്തുമൃഗത്തെ ആ പാമ്പ് കടിച്ചു. അത് ചത്തുപോയി. പകച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ജീവിതത്തെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസം കൈവിട്ടു പോകരുത്. വിശ്വാസം കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. ഏതാനും നാളുകൾക്ക് മുമ്പ് വിശുദ്ധ നാട് തീർത്ഥാടനത്തിനായിട്ട് പോയപ്പോൾ ഒരു 82 വയസ്സുള്ള ഒരമ്മച്ചി ഈ യാത്രാ സംഘത്തിൻ്റെ കൂടെയുണ്ട്. അമ്മച്ചിയോട് എല്ലാവരും ചോദിച്ചു, അമ്മച്ചിക്ക് നടക്കാൻ പറ്റുമോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നടക്കരുത്, യാത്ര ചെയ്യരുത്, ശ്വാസം മുട്ടലിന് അസുഖമുണ്ട്. ഇത് പറഞ്ഞിരിക്കുക, ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ ഡോക്ടറേക്കാൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. ഈ അമ്മച്ചി ഓരോ ദിവസവും ആവേശത്തോടു കൂടി യാത്രയും തീർത്ഥാടനവും നടത്തുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിക്ക് ജലദോഷവും ചുമയും പനിയുമൊക്കെ വന്നു. ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അതിശക്തമായ ചുമയുടെ അസ്വസ്ഥതയാണ്. കൂട്ടത്തിൽ നിൽക്കുന്നവർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അമ്മച്ചി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് തീക്ഷ്ണതയോടെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പോലും അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പിന്നെ ഒരൊറ്റ തരി പോലും ചുമച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഈ അമ്മച്ചിയുടെ വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും, ആ അമ്മച്ചി താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾ മുഴുവൻ കർത്താവിൽ സമർപ്പിച്ച ബലിയർപ്പിച്ച് കർത്താവിനെ ഉള്ളിലോട്ട് സ്വീകരിച്ചപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അമ്മച്ചി സൗഖ്യം പ്രാപിച്ചു. അത് അമ്മച്ചിയുടെ വിശ്വാസത്തിന് ദൈവം കൊടുത്ത കൃപയാണ്, അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മച്ചി ഒരു ദിവസം അമ്മച്ചിയുടെ കയ്യിലിരുന്ന ജപമാല, അമ്മച്ചിക്ക് എപ്പോഴും അമ്മച്ചിയുടെ കയ്യിലൊരു ജപമാലയുണ്ട്. പക്ഷേ ഏതോ ഒരു വേള ഈ ജപമാല എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന മകളുടെ കയ്യിലെ ജപമാല അമ്മച്ചി കൈ പിടിച്ചിരിക്കുകയാണ്. ഈ ജപമാല മകൾ വെഞ്ചരിച്ചതാണോ ഇല്ലയോ എന്ന് അമ്മച്ചിക്കൊരു ചെറിയ സംശയം. അതുകൊണ്ട് അമ്മച്ചി യാത്രയ്ക്കിടയിൽ അല്പസമയം വിശ്രമത്തിൻ്റെ നേരത്ത് ഈ ജപമാല എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതൊന്ന് ആശീർവദിച്ചു തരണം. ഞാനത് ആശീർവദിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അമ്മച്ചി എൻ്റെ മുമ്പിൽ പോയിരുന്നു. പുറകെ ലാസ്റ്റ് വന്ന് ഞങ്ങൾ കാണുന്നത് പോകുന്ന വഴി അമ്മച്ചിക്ക് ഒരു അപകടമുണ്ടായി. മറ്റൊന്നുമല്ല, ഗ്ലാസ് ഇട്ടിരുന്ന കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡോറും ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ നേരെ ഗ്ലാസ്സിന് വന്ന് അമ്മച്ചിയുടെ മൂക്കിടിച്ചു. മൂക്കിൽ നിന്ന് കുടുകുട രക്തമൊലിക്കുന്ന രംഗമാണ്. യാത്രാസംഘത്തിന് മുഴുവൻ നല്ല അസ്വസ്ഥതയായി എന്തു ചെയ്യും. ഏതായാലും അമ്മച്ചിക്ക് നല്ല ധൈര്യമാണ്, ഒന്നും സംഭവിക്കില്ല. അമ്മച്ചി തൻ്റെ ദേഹത്തുള്ള രക്തം തുടയ്ക്കുന്നതിന് വരാൻ ഗ്ലാസ്സിലെ രക്തമൊക്കെ തുടച്ച് നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി വണ്ടിയിൽ കയറി. വൈകുന്നേരമായപ്പോൾ താമസ സ്ഥലത്ത്
കിടക്കുന്നതിന് മുമ്പ് അമ്മച്ചി പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണം. ഇത് ഈ അമ്മച്ചി ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ ദൈവത്തിന് നന്ദി പറയാനും അതിന് ഉപകരണമായ അച്ഛന് നന്ദി പറയാനുമാണ് അച്ഛനെ വിളിച്ചത്. ഞാൻ അച്ഛനെ കൊണ്ട് ആ ജപമാല ആശീർവദിപ്പിച്ചത് എനിക്ക് എൻ്റെ മനസ്സിൽ എന്തോ തോന്നി, എന്തോ അപകടം വരാനിരിക്കുന്നു, അതിനൊരു കരുതൽ വേണം എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, ആ ജപമാലയിലെ ശക്തിയാണ്, സംരക്ഷണമാണ് ഇന്ന് നമ്മളെല്ലാവരെയും രക്ഷിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്ര നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ സാധിക്കില്ലായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് ദൈവം പരിശുദ്ധ അമ്മ വഴി അത്ഭുതകരമായി പരീക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാത്രാ സംഘത്തിലുള്ളവരോട് ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചിയുടെ വിശ്വാസം വളരെ വലുതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. പിറ്റേ ദിവസം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ശ്രദ്ധിച്ചോ, അമ്മച്ചി വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പിന്നെ അമ്മച്ചി ചുമച്ചിട്ടില്ല. നമ്മൾ പലരും ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു ബോധ്യത്തോടെ ദൈവം അമ്മച്ചിക്ക് ഉള്ളിൽ ചിന്ത കൊടുത്തു, അപകടം വരാൻ പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ച് മുൻകരുതലെടുക്കാൻ, ഇതാണ് ദൈവത്തിൻ്റെ കൃപയും കരുതലും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരവസ്ഥ. അപ്പോൾ ഇത് കഴിഞ്ഞ തലമുറയിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് എത്രത്തോളം ഇളം തലമുറയിൽ ഉണ്ട്? നിൻ്റെ വല്യമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം, നിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം, നിൻ്റെ വല്യപ്പനും അപ്പനും ഉണ്ടായിരുന്ന വിശ്വാസം നിനക്കുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അവിടെയാണ് ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ലഭിക്കുന്നത്. തലമുറ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കേണ്ട വിശ്വാസത്തിൻ്റെ ദീപം, മാർത്തോമാ ശ്ലീഹ കൊളുത്തിയ വിശ്വാസത്തിൻ്റെ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കുമെന്ന് മാർത്തോമാ ക്രിസ്ത്യാനികൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഓർമ്മിക്കണം, ആദ്യകാല രക്തസാക്ഷികൾക്കും ആദ്യകാല വേദസാക്ഷികൾക്കുമൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം എത്രത്തോളം നമുക്കുണ്ട്. സിംഹക്കുഴികളിൽ, കൊളോസിയങ്ങളിൽ, തീച്ചുളകളിൽ, വാളിൻ്റെ മുനയ്ക്ക് മുമ്പിൽ, വന്യമൃഗങ്ങൾക്ക് മുമ്പിലൊക്കെ ധീരതയോടെ കർത്താവിന്റെ വിശ്വാസത്തെ പ്രതി മരിക്കാൻ തയ്യാറായ പൂർവികരുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണില സഭ വളർന്നു വന്നിരിക്കുന്നത്. നമുക്ക് എത്ര പേർക്കുണ്ട് ഈ വിശ്വാസദാർഢ്യം? ദൈവത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി ചെറിയ ചെറിയ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ പഴിക്കുന്നവരാണ് നമ്മളെല്ലാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി 3 വർഷമായി കുമ്പസാരിക്കാതെ നടക്കുക. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ അപ്പൻ പെട്ടെന്ന് മരിച്ചത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്തിനാണ് എന്നിൽ നിന്ന് പെട്ടെന്ന് അപ്പനെ ദൈവം എടുത്തത്? അതുകൊണ്ട് ദൈവത്തോട് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കാതെ നടക്കുക. ഞാൻ പറഞ്ഞ ആർക്ക് പോയി? സഹോദരിക്ക് പോയി, വേറെ ആർക്കും പോയില്ല. ലഭിക്കേണ്ട ദൈവിക കൃപ നഷ്ടപ്പെടുത്തി. ദൈവത്തെക്കാൾ ഉപരി അപ്പനെ സ്ഥാനം കൊടുക്കരുത്. അത് വിശ്വാസിയുടെ വിശ്വാസ തകർച്ചയാ. ദൈവം തന്നതാ അപ്പനെ, ദൈവം തന്നതാ ഭർത്താവിനെ അല്ലെ ഭാര്യയെ, ദൈവം തന്നതാ മക്കളെ. അവർക്ക് ദൈവത്തെക്കാൾ വില കൊടുക്കരുത്. ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ, ഭാര്യ മരിച്ചതിൻ്റെ പേരിൽ, കുഞ്ഞ് മരിച്ചുപോയതിൻ്റെ പേരിൽ, അല്ല അപ്പനും അമ്മയും മരിച്ചുപോയതിൻ്റെ പേരിൽ തള്ളിക്കളയേണ്ടതല്ല വിശ്വാസം. മക്കബായക്കാരുടെ പുസ്തകത്തിൽ ഒരമ്മ 7 മക്കളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഓരോ മക്കളെയും വറചട്ടിയിലേക്ക് ഇടുമ്പോൾ ഓരോരുത്തരും ചെവിയിൽ അമ്മ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാവോ? മക്കളെ, നിങ്ങൾക്ക് ജീവനും ശ്വാസവും തന്നത് ഞാനല്ല, എൻ്റെ ഉദരത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തിയത് ഞാനല്ല, ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെ മറക്കുന്നതെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് വീണ്ടും ജീവനും ഉയർപ്പും തരും. ഈ ഒരു ബോധ്യം നിത്യജീവനുള്ള പ്രത്യാശയാണ് നയിക്കേണ്ടത്. അല്ലാണ്ട് ജീവിതത്തിൽ ആ പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ വേർപെട്ട് പോയാൽ, അവർക്കൊരു രോഗം വന്നാൽ ഉടനെ ദൈവത്തെ പഴിക്കേണ്ടവരല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നാശത്തിൻ്റെ പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിന്റെ ജീവിതത്തെ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലർക്കും വില കൊടുക്കുന്ന നിന്റെ ജീവിതത്തെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തോട് ചേർത്ത് നിർത്തി നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഇതും ദൈവം ചിലപ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗമാക്കിയതായിരിക്കാം. അത് തിരിച്ചറിയാത്തതാ നിന്റെ വിശ്വാസ തകർച്ചയെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ കീഴിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ നിമിഷം നമ്മൾ ചിന്തിച്ച പൂർവ്വ പിതാക്കന്മാരുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാക്ഷികളായി മാറേണ്ട നാം അതിനായി
ദൈവകരങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിത തകർച്ചകളിൽ തളരാതെ പതറാതെ വിശ്വാസത്തിൽ അടിയുറച്ച് പാറപ്പുറത്ത് പടന്ന് ഭവനം പോലെ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പിതാവേ, ഞങ്ങളുടെ പൂർവികർക്കുള്ള വിശ്വാസത്തെ ഞങ്ങൾ കാണുന്നു. ആബേലിന്റെ വിശ്വാസത്തെ, നോഹയുടെ വിശ്വാസത്തെ, എനോക്കിന്റെ വിശ്വാസത്തെ, അബ്രാഹത്തിന്റെ വിശ്വാസത്തെ, മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും പരിശുദ്ധ അമ്മയുടെയും അപ്പസ്തോലന്മാരുടെ എല്ലാം വിശ്വാസത്തെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ കാരണവന്മാരുടെ വിശ്വാസത്തെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ പൂർവികരുടെ വിശ്വാസത്തെ ഞങ്ങൾ കാണുന്നു. കർത്താവേ, ആ വിശ്വാസത്തോട് തുലനം ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ അല്പവിശ്വാസികളാണെന്ന് ഞങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ചഞ്ചലിച്ചു പോകുന്നു. കർത്താവേ, ഹൃദയം ചഞ്ചലിക്കാതെ, ഹൃദയത്തെ ശങ്കിക്കാതെ, ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കുവാൻ, കാണുവാൻ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്വരം ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, കരമുയർത്തി സ്തുതിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ, വിശ്വാസത്തിന്റെ വരം ലഭിക്കട്ടെ, വിശ്വാസത്തിന്റെ ഫലമുളവാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധ അമ്മയെ, പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടി, ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് വരണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വിശ്വാസ തകർച്ചകളിലേക്ക്, ഞങ്ങളുടെ ദൈവനിഷേധ സ്വഭാവത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി, കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ